നമസ്കാരം, പ്രേമരാജൻ മുന്നാട്. അപ്പോൾ ഇന്ന് സൈബർ മേഖലയിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രാദേശിക ചാനലുകളും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ചന്ദനക്കാമ്പാറ കാനറ ബാങ്കിലെ മാനേജർ ഒരു കർഷകനോട് ഇടപെട്ട വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന ഒരു വീഡിയോ സഹിതം അദ്ദേഹം വല്ലാത്ത നിലയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്, തെറി പറയുന്നുണ്ട്. അപ്പോൾ ഒരു ലോണിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അദ്ദേഹത്തിന് അവിടെ അക്കൗണ്ടും ഉണ്ട്. ഇപ്പോൾ ഈ PM കിസാൻ പദ്ധതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പൈസ മിക്കയിടങ്ങളിലും കാനറ ബാങ്കിലാണ് വരുന്നത്. ചില സ്ഥലങ്ങളിൽ തൊഴിലുറപ്പ്, അതുപോലെ തന്നെ കാർഷികവുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം ചിലത് കാനറ ബാങ്ക്, ഒരു പ്രാദേശിക തലത്തിൽ ഒരു ബാങ്ക് അവിടെയാണ് വരിക. അപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ അവിടെ അക്കൗണ്ട് എടുക്കാൻ നിർബന്ധിതപ്പെടും. പക്ഷേ ഇത് ചില പ്രാദേശിക ഇടങ്ങളിൽ ചില ബാങ്കുകൾ ഇങ്ങനെ ചില ധിക്കാരപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് അറിയാനിടയായിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന പ്രദേശമായ കുയിലൂറിൻ്റെ അടുത്ത് പടിയൂരൊരു ഗ്രാമീണ ബാങ്കുണ്ട്. പലപ്പോഴും തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീൻ്റെ ആളുകളും ഒക്കെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ വളരെ മോശമായിട്ടാണ് ഇടപെടൽ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് 2-3 തവണ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ഉൾപ്പെടെയുള്ള പരാതികൾ വരെ പോയിട്ടുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അടുത്തൊന്നല്ല ഇതിന് പരാതിപ്പെടേണ്ടത്. ഒരിക്കലും ഒരു ബാങ്ക് മാനേജർ എന്നല്ല, ബാങ്കിലെ ഒരു സ്റ്റാഫും കസ്റ്റമറോട് മോശമായി ഇടപാടുകാരോട് മോശമായി ഒരു തലത്തിലും ഇടപെടാൻ പാടില്ല. ബാങ്ക് നിയമമേ അങ്ങനെയില്ല. വരുന്ന ആളുകളെ സ്വീകരിക്കുക, അവരെ സ്വീകരിച്ച് അവരിനി എത്ര പ്രകോപനപരമായി ഇടപെട്ട് കഴിഞ്ഞാലും അതിനെ ശാന്തമായ രീതിയിൽ സോൾവ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തമാണ് മാനേജർക്ക് പ്രധാനമായും. പിന്നീട് അവിടെയുള്ള ഓരോ സ്റ്റാഫുകൾക്കും അതാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ഇവിടെ ഇപ്പോൾ മാനേജർ അക്കൗണ്ട് ക്ലോസ് ചെയ്തോ പോടുന്നൊക്കെയാണ്. ഒരിക്കലും ഒരു ബാങ്കിൻ്റെ മാനേജർ അങ്ങനെ പറയാനേ പാടില്ല. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറയുന്നത് ആ സ്ഥാപനത്തിനോടുള്ള, അല്ലെങ്കിൽ അത് മോശമാണ്. നമ്മൾ ബാങ്കിൽ പോയി ഇതുപോലെ മോശമായിട്ട് ആരെങ്കിലും പെരുമാറിയാൽ, അത് ഏത് ബാങ്കും, സഹകരണ ബാങ്ക് ഉൾപ്പെടെ ഏത് ധനകാര്യ സ്ഥാപനത്തിലും പോയി അവിടുന്ന് നമുക്ക് മോശമായ അനുഭവം ഉണ്ടായാൽ അവിടെ ഒരു കംപ്ലൈൻറ്റ് ബുക്ക് ഉണ്ടാവും. ആ കംപ്ലൈൻറ്റ് ബുക്കിൽ നമ്മളുടെ പരാതി, നമ്മളുടെ പ്രശ്നം രേഖപ്പെടുത്തണം. എല്ലാ ബാങ്കിലും കംപ്ലൈൻറ്റ് ബുക്ക് ഉണ്ടാവണം. മിക്കവാറും കംപ്ലൈൻറ്റ് ബുക്ക് ആരും കാണൂല, ഒരു ബാങ്കിലും കാണാറില്ല. പക്ഷെ നമ്മൾ ചോദിക്കണം ബാങ്കിൻ്റെ മാനേജറോടോ സ്റ്റാഫിനോടോ, എവിടെ കംപ്ലൈൻറ്റ് ബുക്ക്, എനിക്ക് കംപ്ലൈൻറ്റ് എഴുതണം. കംപ്ലൈൻറ്റ് ബുക്കുണ്ട്, അതിനകത്ത് കംപ്ലൈൻറ്റ് എഴുതിയിടുക. ചില സഹകരണ കോപ്പറേറ്റീവ് ബാങ്കുകൾ കംപ്ലൈൻറ്റ് ബുക്ക് കൊടുക്കാറില്ല. ഞാനൊരിക്കലൊരു ബാങ്കിൽ ചെന്നു. ഒരു സഹകരണ ബാങ്കാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഒരു സഹകരണ ബാങ്ക്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സെക്രട്ടറി, മാനേജർ, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വർത്താനമുണ്ട്, കോലോത്ത് മോരിന് പോയ പോലെയെന്ന്. ഈ കോവിലകത്ത് മോരിന് പോയി കഴിഞ്ഞാൽ തമ്പ്രാൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ആ നിലയിൽ അതൊരു ഗമയോടെ എന്തിനാ വന്ന് എന്ന ആവശ്യം. അദ്ദേഹമായിട്ട് സംസാരിച്ചാൽ തന്നെ ആ ബാങ്കിൽ പിന്നെ കയറാൻ തോന്നില്ല, പിന്നെ ഇടപാട് നടത്താൻ പറ്റില്ല. പക്ഷെ ആ ബാങ്ക് നിലനിന്ന് പോകുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെയും അവരുടേതായ മറ്റ് ഇടപെടലിൻ്റെ ഭാഗമായി ഡെപ്പോസിറ്റും കാര്യമായിട്ട് മുമ്പോട്ട് വന്നതാണ്. അദ്ദേഹം വളരെ മോശമായിട്ട് ഇടപെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കംപ്ലയിൻറ്റ് ബുക്ക് വേണമെന്ന്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഹുങ്കുണ്ടല്ലോ, സഹകരണ ബാങ്കിലെല്ലാം ഈ രാഷ്ട്രീയത്തിൻ്റെ ഹുങ്കാണ് അവർ കാണിക്കുക. അത് അവർക്ക് കംപ്ലയിൻറ്റ് ബുക്ക് തരാൻ പറ്റില്ല, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ബാങ്ക് ഓംബുഡ്സ്മാനെ സമീപിച്ചു. നമുക്ക് കംപ്ലയിൻറ്റ് ബുക്ക് ബാങ്കുകളില്ലെങ്കിൽ ബാങ്ക് ഓംബുഡ്സ്മാനെ സമീപിക്കാം, അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ബാങ്ക് ഓംബുഡ്സ്മാൻ അതിന് കൃത്യമായ പരിഹാരം ഉണ്ടാക്കിത്തരും, നിഷ്പക്ഷമായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അവരങ്ങനെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കതാണ് അനുഭവം. ഓംബുഡ്സ്മാനായി ബന്ധപ്പെട്ടതിന് ശേഷം ഒരു ദിവസം അവിടെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായി. അദ്ദേഹം വരുന്ന ദിവസം സംസാരിച്ചു.
മാനേജർ തിരുത്തി സോറി പറഞ്ഞു. സോറി, ഞാൻ അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. അവ എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യമാണോ എന്ന് ഓംബുഡ്സ്മാൻ ചോദിച്ചു. ഞാൻ പിന്നെ അതിന് മാത്രമുള്ള പ്രശ്നമൊന്നും അവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒഴിവായി. ഈ ചന്ദ്രക്കമ്പാറയിലെ കർഷകനോട് മോശമായി പെരുമാറിയ മാനേജറെ തൽസ്ഥാനത്ത് നിങ്ങൾക്ക് വീട്ടിലിരുത്താൻ കഴിയും. ആ നാട്ടുകാരും ഈ പ്രയാസം അനുഭവിച്ച കുടുംബവും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ സഹിതം തെളിവ് കൊടുത്താൽ ഒരുപക്ഷെ കസ്റ്റമറുടെ ഭാഗത്ത് തെറ്റുണ്ടാവാം, അവർ പ്രകോപനപരമായി ഇടപെട്ടാം. പക്ഷേങ്കിൽ അവരോട് തിരിച്ച് അതേ നിലയിൽ ഇടപെടാൻ ബാങ്ക് മാനേജർക്ക് ഒരിക്കലും അവകാശമില്ല. ഇനി അവർ പ്രകോപനപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി അവർക്ക് നിയമത്തിൻ്റെ സഹായം തേടാനല്ലാതെ അവർക്ക് മോശമായി പെരുമാറാൻ, ആ സ്ഥാപനത്തെ മോശമാക്കി പെരുമാറാൻ അവകാശമില്ല. ഇനിയെങ്കിലും ഇതുപോലെ മോശമായി ഇടപെടുന്ന ഏതെങ്കിലും ബാങ്കോ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളോ നിങ്ങളുടെ നാടുകളിലുണ്ടെങ്കിൽ അവിടുത്തെ മാനേജറോ സ്റ്റാഫോ നിങ്ങളോട് മോശമായി ഇടപെട്ടാൽ അവിടെ ഒരു കംപ്ലയിൻറ്റ് ബുക്ക് ഉണ്ടാവും. നിങ്ങൾ ആ കംപ്ലയിൻറ്റ് ബുക്കിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും രേഖപ്പെടുത്തുക. കംപ്ലയിൻറ്റ് ബുക്ക് അവർ തന്നിട്ടില്ല, മിക്കവാറും ആൾ പുറത്ത് വെക്കില്ല. തന്നിട്ടില്ലെങ്കിൽ ബാങ്ക് ഓംബുഡ്സ്മാനെ നിങ്ങൾ സമീപിക്കുക, അവരതിന് കൃത്യമായ പരിഹാരം നിങ്ങൾക്ക് ഉണ്ടായിത്തരും. പിന്നെ മേലിൽ അവർക്ക് ആ സൂക്കേട് തോന്നൂല. അപ്പോൾ ഇവിടെ കൃത്യമായ ആ കൃത്യവിലോപം തന്നെയാണ് ആ ബാങ്ക് മാനേജർക്കെതിരെ കർശന നടപടിയെടുക്കാനും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനും ഡിസ്മിസ് ചെയ്യാനുള്ള വകുപ്പ് ഉണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോകാനാണ്. അങ്ങനെ പറയാൻ ഒരു മാനേജർക്കും അർഹതയില്ല. അക്കൗണ്ട് എടുപ്പിക്കാനല്ലാതെ ക്ലോസ് ചെയ്യിപ്പിക്കാൻ അവർക്ക് അർഹതയില്ല, അത് 100 രൂപയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ഇതുപോലെ അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് ബുക്കിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഓംബുഡ്സ്മാനെ സമീപിക്കുക.